എല്ലാവർക്കും ഐശ്വര്യപൂർണമായൊരു ദിവസം നേരുന്നു. ഈ ബാച്ചിലേഴ്സായിട്ടൊക്കെ താമസിക്കുന്ന ചെറുപ്പക്കാരുടെ വെജിറ്റേറിയൻ മെനുവിൽ ആകെ 1-2 തരം കറികളാണ് അവർ പൊതുവെ ഉൾപ്പെടുത്താറ്. ഒന്ന് ചന, നമ്മുടെ കടല. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ദാലാണ്. ദാലിൻ്റെ വ്യത്യസ്തങ്ങളായ 2-3 രൂപങ്ങൾ അവർ പരീക്ഷിക്കാറുണ്ട്. പക്ഷേ പിന്നെ അതിന് ഒരു ലിമിറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അത് അവർക്ക് അറിയാത്തത് കൊണ്ടാണോ, അവർ പുതുതായിട്ടൊന്ന് ചിന്തിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അവരെ പോലുള്ളവർക്ക് വലിയ ജാടയൊന്നുമില്ലാത്ത ഒരു ചെറിയ ഒരു കറിയാണ് ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർക്കും അതല്ല എങ്കിലെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ പുതുതായിട്ട് വളരെ ഈസി ആയിട്ട് തട്ടിക്കൂട്ടാവുന്ന ഈ ഈ നമ്മുടെ ബാച്ചിലേഴ്സായിട്ട് താമസിക്കുന്ന ചുള്ളന്മാർക്ക് അധികം ദാല് വേവുന്ന അത്രയും സമയമൊന്നും ഇതിന് ആവശ്യമില്ല. ദാലൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നെ നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് അടിച്ച് വേവിക്കണമല്ലോ. ഞാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന, ഇപ്പോൾ വീട്ടമ്മമാർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ, ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സിമ്പിൾ കറിയാണ്. ഒരു സോയ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ സോയ സാധാരണഗതിയിൽ നമ്മുടെ മലയാളി കടകളിൽ ഇന്ന് മേടിക്കാൻ നോക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ള കടകളിലൊക്കെ 3 ദിർഹംസോ അല്ലെങ്കിൽ 3 റിയാൽസോ ഒക്കെ ആണെങ്കിലെന്ന് പറഞ്ഞാൽ നമ്മളെങ്ങാനും കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ 5 മുതൽ 7 വരെയൊക്കെ ചാർജ് ചെയ്യും. അപ്പം ബെറ്റർ മലയാളികൾ കോമൺ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ഈ പാക്കറ്റ് വാങ്ങാതിരിക്കുകയാണ് നല്ലത്. പറ്റുകയാണെങ്കിൽ വല്ല കോമൺ ആയിട്ടുള്ള വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നോ, അതല്ല എങ്കിലെന്ന് പറഞ്ഞാൽ ചൈനീസ്, ഫിലിപ്പൈൻസ്, പിന്നെ നേപ്പാളീസൊക്കെ താമസിക്കുന്ന ആ ഏരിയയിൽ നിന്ന് വാങ്ങുക. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 3-3 താഴെയുള്ള രൂപയാണ് ഒരു ചെറിയ പാക്കറ്റിന്. അപ്പോൾ നിങ്ങളതൊന്ന് മേടിച്ച് പരീക്ഷിച്ച് നോക്കൂ. ഞാനതിൻ്റെ പിന്നെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള ചെറിയൊരു രൂപം ഞാനിതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മേടിച്ച് കുക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം. കാരണം എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഒരു അസൽ മട്ടൺ അതല്ലെങ്കിൽ ഒരു ബീഫ് കറിയുടെ സുഖത്തിൽ നിങ്ങൾക്ക് കഴിക്കാം. പണി അറിയുന്ന, കുക്കിംഗ് അറിയുന്ന ഒരാളുടെ കയ്യിലാണ് ഇത് കിട്ടുന്നതെങ്കിൽ ഇറ്റ്സ് വിൽ ബി ഓസം. ജസ്റ്റ് ട്രൈ. സോയ നമുക്ക് 2 രീതിയിൽ സോക്ക് ചെയ്തെടുക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ തലേദിവസം തന്നെ നമുക്ക് ആവശ്യമായ സോയ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കാം. അതല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സോയ ആവശ്യമായത് എടുത്തിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളി വെട്ടുന്നതിൻ്റെ ഇടയിൽ ഇത്തിരി വെള്ളം ചൂടാക്കി ആ സോയയിലിട്ട് ഒഴിച്ച് വെച്ചിരിക്കുക. ഉള്ളിയും മറ്റുള്ള സാധനങ്ങളൊക്കെ പരുവപ്പെട്ട് വരുന്നതിനിടയിൽ നമുക്ക് ഈ സോയ നമ്മൾ വേണ്ട രീതിയിൽ സോഫ്റ്റായി കിട്ടും. സാധാരണഗതിയിൽ നമ്മൾ പിന്നെ ഇറച്ചി വെക്കുന്ന കണക്ക് സോക്കായി കഴിഞ്ഞാൽ, ഈ നമ്മുടെ സോയ സോക്കായി കഴിഞ്ഞാൽ നമ്മൾ മട്ടനോ ബീഫോ വെക്കുന്ന രീതി അവലംബിക്കാവുന്നതാണ്. അതല്ല എങ്കിലെന്ന് പറയുന്നത് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു പാത്രം വെച്ച് ചൂടാക്കി എണ്ണ ഒഴിക്കുകയും അതിലോട്ടെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളി വെട്ടി ഇട്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ച് സോഫ്റ്റായി വരും. വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവ, കരിഞ്ജീരകം, കുരുമുളക് ഒന്ന് പൊടിച്ച് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. തുടക്കത്തിലേ പറഞ്ഞോട്ടെ, ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരമായിട്ട് തോന്നുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാം ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ കൂപ്പ് കഴിയും. ഇതിൻ്റെ കൂട്ടത്തിൽ എന്ത് കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ മോട്ട ചവൽ കഴിക്കാം. അതല്ലെങ്കിലെന്ന് പറഞ്ഞാൽ പച്ചരി ചോറ് അല്ലെങ്കിൽ ബിരിയാണി റൈസ്, അത്തരത്തിലുള്ള എന്തും കഴിക്കാം. ചപ്പാത്തിക്ക് നല്ല കോമ്പിനേഷനാണ്, പൊറോട്ടയ്ക്ക് നല്ല കോമ്പിനേഷനാണ്. അതുപോലുള്ള കുബൂസ്, പാകിസ്ഥാനി റൊട്ടിക്കൊക്കെ ഇറ്റ് വിൽ ബി ഗുഡ്. അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ മിക്സിയിലടിച്ചിടുകയും അതല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇടിച്ച് ഒന്ന് പരുവത്തിലാക്കിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. പറഞ്ഞാൽ നല്ല ഒരു മണം വന്ന് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം മല്ലി ഇത്തിരി കൂടുതലായിക്കോട്ടെ, ഒരു
ഒരു ടേബിൾ സ്പൂൺ മഞ്ഞളും, പിരിയൻ മുളക് പൊടിയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ഒരു 1.25 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒന്ന് ഇളക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാനീ പറഞ്ഞ അളവും കണക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനിട്ടതാണ് കേട്ടോ. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് കൂടുന്നതിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ അളവ് കൂട്ടിക്കൊള്ളുക. ഇതിൻ്റെ പച്ചമണം മാറുന്നതിനെ കണ്ട് നിങ്ങൾക്ക് ആവശ്യമായ എത്ര പുളിയാണോ വേണ്ടത് അതനുസരിച്ച് തക്കാളി വെട്ടിയിടുക. 1, 2, 3 തക്കാളി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അതനുസരിച്ച് എന്ന് പറഞ്ഞാൽ ടേസ്റ്റിന് വ്യത്യാസം വരും. ഏതാണ്ട് തക്കാളിയും പദം വന്നു കഴിഞ്ഞാൽ, ഏതാണ്ട് ഈ നമ്മളുടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന അതേ രൂപത്തിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചൂടായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചൂടുവെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്ന സോയ എടുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് നല്ലവണ്ണം തിളയ്ക്കാൻ അനുവദിക്കുക. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നതാണ് നമ്മുടെ നല്ല സോയ കറി. ഇതിലോട്ടെന്ന് പറഞ്ഞാൽ ഇതൊന്ന് വെട്ടിത്തിളച്ച് നല്ലൊരു മണം മാറിക്കഴിയുമ്പം അതിലേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഇലയുള്ള പാഴ്സലി ലീവ്സ് ഉണ്ടെങ്കിലും പുതിന ഇല ഉണ്ടെങ്കിലും മല്ലിയില ഉണ്ടെങ്കിലും ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ഇതിൻ്റെ ഉണക്ക ഇത് മേടിക്കാൻ കിട്ടും, അതൊന്ന് ഇട്ട് കൊടുക്കുക.